ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. 6ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നോ? കൂട്ടുകാർക്ക് നാളെ ഹെൽത്ത്, ആർട്ട് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എക്സാം ആണല്ലേ. അപ്പോൾ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഹെൽത്ത്, ആർട്ട് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്രിസ്മസ് എക്സാം 2025-26 അല്ലെങ്കിൽ സെക്കൻഡ് ടൈം എക്സാം 2025-26 ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വീഡിയോയും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ക്ലാസ് 6 ക്രിസ്മസ് എക്സാം 2025 ന്യൂ സിലബസ് എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങളുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ തന്നെ നമ്മൾ മലയാളം മീഡിയം കൂട്ടുകാരുടേതും ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടേതും പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മൊമെന്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ എസ്കേപ്പിംഗ് ഫ്രം ഡേഞ്ചർ? താഴെ പറയുന്നവയിൽ അപകട സന്ദർഭങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് സഹായിക്കുന്ന ചലനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്രൗൾ, ഇഴഞ്ഞു നീങ്ങുക; ബാലൻസ് ആൻഡ് വാക്ക്, ബാലൻസ് ചെയ്തു നടക്കുക; ഹോപ്പ് ഓൺ വൺ ലെഗ്, ഒറ്റക്കാലിൽ ചാടുക; ആൻഡ് കോൾ 112. അപ്പോൾ 112ൽ വിളിക്കുക. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഉത്തരം എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷനാണ്, കോൾ 112 അഥവാ 112ൽ വിളിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് നെയിം എനി 5 ഫോക്ക് ഗെയിം. ഏതെങ്കിലും 5 നാടൻ കളികളുടെ പേരെഴുതുക. ഉത്തരം, കുളംകര, ആട്ടക്കളം, തലയിൽ തൊട്ടുകളി, നാരങ്ങാപ്പാല്, കണ്ണുകെട്ടിക്കളി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോക്ക് ഗെയിംസ് ആൻഡ് മോഡേൺ ഗെയിംസ്? നാടൻ കളികളുടെയും ഇന്നത്തെ കളികളുടെയും പ്രത്യേകതകൾ എഴുതുക. ഉത്തരം, നാടൻ കളികളുടെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഫോക്ക് ഗെയിംസ് പണച്ചിലവില്ല, ചുറ്റുവട്ടത്ത് കിട്ടുന്നവയാണ്, പ്രകൃതി സൗഹൃദമാണ്, പ്രായഭേദമന്യേ എല്ലാവർക്കും കളിക്കാം, കുറഞ്ഞ സ്ഥലത്തും കളിക്കാം, ഏതു പ്രതലത്തിലും കളിക്കാം, ചീപ്പ്, ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ്, നാച്ചർ ഫ്രണ്ട്ലി, ഓൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് വിത്തൗട്ട് എനി ഏജ് ലിമിറ്റ്, ക്യാൻ ബി പ്ലേഡ് ഇൻ എ സ്മോൾ പ്ലേസ്, ക്യാൻ ബി പ്ലേഡ് ഓൺ എനി സർഫേസ്. അപ്പോൾ ഇതാണ് നാടൻ കളി അഥവാ ഫോക്ക് ഗെയിമിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ കളികൾ അതായത് മോഡേൺ ഗെയിമിൻ്റെ ഫീച്ചറാണ് നോക്കാൻ പോകുന്നത്. കളി ഉപകരണങ്ങൾക്ക് നല്ല വില കൊടുക്കണം, കടയിൽ നിന്നും വാങ്ങണം, പ്രകൃതി സൗഹൃദമല്ല, പാവപ്പെട്ടവർക്ക് അപ്രാപ്യം, സിന്തറ്റിക് പ്രതലം, പ്രത്യേക ട്രാക്ക് എന്നിവ ആവശ്യമാണ്. അതായത് കോസ്റ്റ്ലി പ്ലേ എക്യുപ്മെൻറ്റ്സ്, മസ്റ്റ് ബൈ ഫ്രം ദ സ്റ്റോർ, നോട്ട് നാച്ചർ ഫ്രണ്ട്ലി, അൺഅഫോർഡബിൾ ഫോർ ദ പുവർ, നീഡ് സിന്തറ്റിക് സർഫേസ് ഓർ സ്പെഷ്യൽ ട്രാക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റബീസ് ഇൻസെക്ഷൻ? റാബീസ് ഇഞ്ചക്ഷൻ എന്ത്? ഉത്തരം, റാബീസ് വൈറസ് ബാധയെ തടയുന്നതിനായി നൽകുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. രോഗബാധിതരായ മൃഗങ്ങളുടെ അതായത് നായ, പൂച്ച തുടങ്ങിയവ കടിയേറ്റാൽ 24 മണിക്കൂറിനുള്ളിൽ വാക്സിൻ നൽകേണ്ടത് നിർബന്ധമാണ്. ഇത് 0, 3, 7, 14, 28 ദിവസങ്ങളിൽ 5 ദിവസമായി നൽകപ്പെടുന്നു. കൂടാതെ കടുത്ത കേസുകളിൽ റാബീസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ കടിയേറ്റ സ്ഥലത്ത് നേരിട്ട് നൽകുന്നു. റാബീസ് ഇഞ്ചക്ഷൻ ഈസ് ദ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ടു പ്രിവെൻറ്റ് റാബീസ് വൈറസ് ഇൻഫെക്ഷൻ. ഇഫ് bitten by any infected animal like dog, cat, etc., the vaccine must be administered within 24 hours. The scheduled 5 doses given on days 0, 3, 7, 14 and 28. In severe cases, rabies immune globulin is administered at the bitten site. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് അക്കുകളി? അക്കുകളിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം? ഉത്തരം, മാനസിക ഉല്ലാസം, ശാരീരിക സന്തുലനം കൈവരിക്കുക, ഏകാഗ്രത കൈവരിക്കുക, ഒറ്റക്കാലിൽ കാര്യക്ഷമമായി ചാടാൻ സാധിക്കുക, പേശിശക്തി കൈവരിക്കുക. എൻ്റർടൈൻമെൻറ്റ്, അച്ചീവ് ബോഡി ബാലൻസ്, അച്ചീവ് കോൺസെൻട്രേഷൻ, ബി ഏബിൾ ടു ജംപ് എഫിഷ്യൻ്റ്ലി ഓൺ വൺ ലെഗ്, അറ്റൈൻ മസ്കുലർ സ്ട്രെങ്ത്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദ ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ഹോക്കി? ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം, കൊടവ അല്ലെങ്കിൽ കൂർഗ് ഇൻ കൊടക് ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫ്രീ മൂവ്മെൻറ്റ്?
സ്വതന്ത്ര ചലനം എന്നാൽ എന്ത്? ഉത്തരം ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനും നാം ചെയ്യുന്ന ഓട്ടം, ചാട്ടം, നടത്തം തുടങ്ങിയ അടിസ്ഥാന ചലനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സ്വതന്ത്ര ചലനങ്ങൾ. ഫ്രീ മൂവ്മെന്റ് ആർ ആക്ടിവിറ്റീസ് പെർഫോം ബൈ കമ്പൈനിങ് ബേസിക് മൂവ്മെന്റ്സ് സച്ച് ആസ് റണ്ണിംഗ്, ജമ്പിംഗ് ആൻഡ് വാക്കിംഗ് വിച്ച് വി യൂസ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. 8th ക്വസ്റ്റ്യൻ, ലോക കായിക രംഗത്തിന് ഇന്ത്യ നൽകിയ മഹത്തായ സംഭാവന എന്നറിയപ്പെടുന്ന കളി ഏത്? വിച്ച് സ്പോർട്ട് ഐറ്റം ഈസ് നോൺ ആസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു വേൾഡ് സ്പോർട്സ്? ആൻസർ ചെസ് ആണ്. മലയാളത്തിൽ നമ്മൾ ചതുരംഗം എന്ന് പറയും. 9ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രക്ചേർഡ് മൂവ്മെന്റ്. ഘടനാപരമായ ചലനത്തിന് ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ബാസ്കറ്റ് ബോൾ, നടത്ത മത്സരം, ഫുട്ബോൾ മത്സരം. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ബാസ്കറ്റ് ബോൾ, വാക്കിംഗ് കോമ്പറ്റീഷൻ ആൻഡ് ഫുട്ബോൾ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അതർ നെയിംസ് ഓഫ് അക്കുകളി? അക്കുകളികളുടെ മറ്റു പേരുകൾ എന്തെല്ലാം? ഉത്തരം അക്കുകളി, തക്കുകളി, മെടാട്, വട്ടുകളി, പാണ്ടിക്കളി. അടുത്തതാണ് 11th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബേസിക് മൂവ്മെന്റ്സ്? അടിസ്ഥാന ചലനങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണം ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും നാം സാധാരണ ചെയ്യുന്ന ചലനങ്ങളാണിത്. These are the movements that we normally do to perform our daily activities and also to participate in physical activities. 12th ക്വസ്റ്റ്യൻ, write examples for structural movement. ഘടനാപരമായ ചലനങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ഉത്തരം ഫുട്ബോൾ ഹെഡ് ചെയ്യുക, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഓട്ട മത്സരം, നടത്ത മത്സരം, ബാസ്കറ്റ് ബോൾ. ഹെഡ് ദ ഫുട്ബോൾ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, റേസ്, വാക്കിംഗ് കോമ്പറ്റീഷൻ ആൻഡ് ബാസ്കറ്റ് ബോൾ പ്ലേയിങ്. അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ട് എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് ടു റിമെമ്പർ വൈൽ റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് ഫോർ റേഡിയോ പ്ലേസ്? റേഡിയോ നാടകങ്ങളുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം കഥാപാത്രത്തിന് അനുസൃതമായ സംഭാഷണ ശൈലി, ആശയ വ്യക്തത, ശബ്ദ സഹായത്താൽ പശ്ചാത്തലം തിരിച്ചറിയൽ, ഡയലോഗ് സ്യൂട്ടബിൾ ടു ദ ക്യാരക്ടേഴ്സ്, ക്ലാരിഫൈ ഓഫ് കൺസെപ്റ്റ്, ഐഡന്റിഫൈയിങ് ദ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൗണ്ട് എഫക്ട്സ്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അസംബ്ലേജ് ആർട്ട്? അസംബ്ലേജ് ആർട്ട് എന്നാൽ എന്ത്? ഉത്തരം മനുഷ്യനിർമ്മിതവും അല്ലാത്തതുമായ വസ്തുക്കളെ കലാപരമായി ആശയത്തിൻ്റെ പിൻബലത്തിൽ ക്രമീകരിക്കുന്ന കലാശാഖയാണ് അസംബ്ലേജ് ആർട്ട്. അസംബ്ലേജ് ആർട്ട് ഈസ് ദ സ്ട്രീം ഓഫ് ആർട്ട് ദാറ്റ് അറേഞ്ചസ് man-made and natural materials in an artistic way. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ ഡ്രാമ? നാടകത്തിൽ പശ്ചാത്തല സംഗീതത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം നാടകരംഗങ്ങളിലെ ഭാവം, അന്തരീക്ഷം, മാനസികാവസ്ഥ എന്നിവയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സംഗീതമാണ് പശ്ചാത്തല സംഗീതം. നാടകത്തിലെ പ്രത്യേകമായ സംഭവങ്ങൾക്കോ സംഘർഷങ്ങൾക്കോ കൂടുതൽ ആസ്വാദനം നൽകുന്ന സംഗീതത്തെയോ ശബ്ദത്തെയോ സാന്ദർഭിക സംഗീതം എന്ന് പറയാറുണ്ട്. മ്യൂസിക് യൂസ്ഡ് ടു ഇൻറ്റൻസിഫൈ ദ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ടെൻഷൻസ് ഓഫ് ദ സീൻ വെൻ എ ഡ്രാമ ഈസ് സ്റ്റേജ്ഡ് ഈസ് ടേംഡ് ആസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ തിയേറ്റർ. ഇൻസിഡൻ്റൽ മ്യൂസിക് ഈസ് മ്യൂസിക് ഓർ സൗണ്ട്സ് യൂസ്ഡ് ഇൻ തിയേറ്റർ ഓൺ സ്പെസിഫിക് ഒക്കേഷൻസ് ആൻഡ് scenes solving conflicts or situations that are entertaining. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പിയാനോ. പിയാനോയെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. പാശ്ചാത്യ സംഗീതത്തിലെ പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങളിൽ ഒന്നാണ് പിയാനോ. ഇത് കട്ടകൾ ഉപയോഗിച്ച് വായിക്കുന്ന ഒരു തന്ത്രി വാദ്യമാണ്. പിയാനോയെ ശബ്ദരംഗങ്ങൾ സൃഷ്ടിക്കുന്നത് തന്ത്രികളിൽ ഏൽപ്പിക്കപ്പെടുന്ന മൃദുപ്രഹരങ്ങൾ മൂലമാണ്. ഗ്രാൻഡ് പിയാനോ, അപ്രൈറ്റ് പിയാനോ എന്നിങ്ങനെ രണ്ടു തരത്തിലുള്ള പിയാനോകളുണ്ട്. പിയാനോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ വെസ്റ്റേൺ മ്യൂസിക്. ഇറ്റ് ഈസ് എ string instrument that is played using keys. The soft touches on the keys of the piano create music. There are two different types of pianos named grand piano and upright piano.
Fifth question, write any 5 materials suitable for preparing a collage. കൊളാഷ് നിർമ്മിക്കാൻ ആവശ്യമായ ഏതെങ്കിലും 5 വസ്തുക്കളുടെ പേരെഴുതുക. ഉത്തരം പേപ്പർ, തുണി, ലോഹ കഷ്ണങ്ങൾ, സൂചി, ഇലകൾ. പേപ്പർ ക്ലോത്ത്സ്, മെറ്റൽ പീസസ്, നീഡിൽ ആൻഡ് ലീവ്സ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രിയേറ്റീവ് ഡ്രാമറ്റിക്സ്? ക്രിയാത്മക നാടകം എന്നാൽ എന്ത്? ഉത്തരം നിർദ്ദേശങ്ങൾക്കനുസൃതമായി മനോധർമ്മമനുസരിച്ച് പരിസ്ഥിതിയെയോ വസ്തുവിനെയോ വേഷത്തെയോ ക്രിയാത്മകമായി അവതരിപ്പിക്കുന്ന പ്രക്രിയയാണ് ക്രിയാത്മക നാടകം. Creative dramatics is the process of presenting either the environment, objects or appearance in a creative manner. Seventh question, what is musical instruments? Give examples. സംഗീതവാദ്യങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ഉത്തരം ശ്രുതിവാദ്യങ്ങളിൽ പാട്ടുകൾ വായിക്കാറില്ല. പാട്ടുകൾ വായിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ പൊതുവിൽ സംഗീതവാദ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണം വയലിൻ, വീണ, പുല്ലാങ്കുഴൽ, ഗിറ്റാർ. സോങ്സ് ആർ നോട്ട് പ്ലേഡ് ഓൺ ഡ്രോൺ ഇൻസ്ട്രുമെന്റ്സ്. Instruments with which songs can be played are known as musical instruments. Example, violin, veena, flute, guitar. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹൗ മെനി ബേസിക് നോട്ട്സ് ആർ ദർ ഇൻ വെസ്റ്റേൺ മ്യൂസിക്? പാശ്ചാത്യ സംഗീതത്തിൽ എത്ര അടിസ്ഥാന സ്വരങ്ങളുണ്ട്? ഉത്തരം 7. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വർക്ക് എഡ്യൂക്കേഷൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ്? ബിസിനസ്സിൻ്റെ പ്രതിഫലം എന്ത്? ഉത്തരം ലാഭം അഥവാ പ്രോഫിറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബിസിനസ്? ബിസിനസ് എന്നാൽ എന്ത്? ഉത്തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, വിപണനം എന്നീ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഏർപ്പെടുപ്പിക്കുന്ന പ്രവർത്തനമാണ് ബിസിനസ്. ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ ലാഭം നേടുക എന്നതാണ് ബിസിനസിൻ്റെ ലക്ഷ്യം. എ ബിസിനസ് ഈസ് an economic activity continuously engaged in for profit involving the production, distribution and sale of goods and services. Business aims to reap profit through customer satisfaction. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എംപ്ലോയ്മെന്റ്? തൊഴിൽ എന്നാൽ എന്ത്? ഉത്തരം വരുമാനം ലഭിക്കുന്നതിനായി മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അതായത് ഒരു തൊഴിലുടമയുടെ കീഴിലാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ജോലിക്ക് പ്രതിഫലമായി ഒരു നിശ്ചിത ശമ്പളം ലഭിക്കുന്നു. തൊഴിലുടമ നിർദ്ദേശിക്കുന്ന യോഗ്യതകൾ ഇതിന് ആവശ്യമുണ്ട്. എംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു വർക്കിംഗ് അണ്ടർ സംവൺ ടു റിസീവ് ആൻ ഇൻകം. ഇൻ അതർ വേർഡ്സ്, എംപ്ലോയീസ് വർക്ക് അണ്ടർ ആൻ എംപ്ലോയർ. ദേ റിസീവ് എ സയന്റിഫിക് വേജസ് ഓർ സാലറി ഫോർ ദ വർക്ക് ഡൺ. ദേ ആർ റിക്വയർഡ് ടു ഹാവ് ദ ക്വാളിഫിക്കേഷൻ സ്പെസിഫിക് ബൈ ദ എംപ്ലോയർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ എംപ്ലോയ്മെന്റ്. തൊഴിലിനു ഉദാഹരണം എഴുതുക. ഉത്തരം ബാങ്ക് ജോലിക്കാർ, സർക്കാർ ജോലിക്കാർ, പോലീസ്, ക്ലർക്ക് തുടങ്ങിയവ. ബാങ്ക് എംപ്ലോയീസ്, ഗവൺമെന്റ് എംപ്ലോയീസ്, ക്ലർക്ക്, പോലീസ് എക്സെട്ര. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു പീപ്പിൾ ഹൂ പ്രസന്റ് പ്രോഗ്രാംസ് ഓൺ ദ റേഡിയോ? റേഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർക്ക് പറയുന്ന പേര് എന്ത്? ഉത്തരം റേഡിയോ ജോക്കി. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോട്ടിംഗ് മിക്സ്ചർ? പോട്ടിംഗ് മിശ്രിതം എന്നാൽ എന്ത്? പോട്ടിംഗ് മിശ്രിതം പോട്ടിംഗ് മണ്ണ് അഥവാ പോട്ടിംഗ് കമ്പോസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഇത് പാത്രങ്ങളിൽ സസ്യങ്ങൾ വളർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു മിശ്രിതമാണ്. പോട്ടിംഗ് മിക്സ്ചർ, ഓൾസോ നോൺ ആസ് പോട്ടിംഗ് സോയിൽ ഓർ പോട്ടിംഗ് കമ്പോസ്റ്റ്, ഈസ് എ മിക്സ്ചർ ഡിസൈൻഡ് ഫോർ ഗ്രോവിംഗ് പ്ലാന്റ്സ് ഇൻ കണ്ടെയ്നേഴ്സ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹൂ ഇൻവെൻറ്റഡ് റേഡിയോ? എക്സ്പ്ലെയിൻ. റേഡിയോ കണ്ടുപിടിച്ചത് ആര്? വിശദീകരിക്കുക. ഉത്തരം റേഡിയോ ഏതെങ്കിലും ഒരാളാണ് കണ്ടുപിടിച്ചത് എന്ന് പറയാൻ സാധ്യമല്ല. പല ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും റേഡിയോയുടെ കണ്ടെത്തലിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ പ്രായോഗിക വയർലെസ് ടെലിഗ്രാഫ് വികസിപ്പിച്ചതിൻ്റെ ബഹുമതി ഗലീലിയോ മാർക്കോണിക്കാണ്. മാർക്കോണി ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ഇറ്റ് കനോട്ട് ബി സെയ്ഡ് ദാറ്റ് റേഡിയോ വാസ് ഇൻവെൻറ്റഡ് ബൈ എ പർട്ടിക്കുലർ പേഴ്സൺ. മെനി സയൻറ്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് have played a role in the invention of radio, but the credit of developing the first practical wireless telegraph is given to Galileo Marconi. He was an electrician. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഹെൽത്ത്, ആർട്ട് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ എല്ലാ ആൻസേഴ്സും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും നാളത്തെ എക്സാം എളുപ്പമുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.